ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിൻ്റെ ചർച്ചകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ട്രംപിന് ഇപ്പോൾ ഏതായാലും ഈ വർഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. അടുത്ത കൊല്ലത്തെ തീരുമാനമായി. പാകിസ്ഥാൻ അത് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം സ്വീഡിഷ് നോബൽ അക്കാഡമി നൽകിയ 3 പേർ. ഒരാളുടെ പേര് ജോൽ മക്കൂർ എന്നാണ്. അദ്ദേഹം ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹൗയിറ്റും കൂടിയാണ്. ഈ 3 പേരും ചേർന്ന് നടത്തിയ വലിയ തത്വചിന്താപരമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബലാണ്. അപ്പോൾ സാധാരണ നമ്മൾ നോബൽ പ്രൈസൊക്കെ കിട്ടുമ്പോൾ നമ്മളതൊരു പത്രവാർത്തയിൽ ഒതുങ്ങുന്നു. ആ ശാസ്ത്ര കൗതുകളായിട്ടുള്ള ആൾക്കാരത് നോക്കും, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും, അവരെ സന്തോഷിക്കും. പക്ഷേ ഇവിടെ ഈ വിഷയം ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഇത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നാനുള്ളൊരു കാരണം ഈ സബ്ജക്റ്റാണ്. ഇത് സമസ്ത മേഖലകളുമായിട്ട് ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് കാലിക ജീവിതത്തിൻ്റെ, ഇപ്പം നമ്മുടെ ഇന്നത്തെ കറണ്ട് ലൈഫിൻ്റെ സമസ്ത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരതിനെ വിളിക്കുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നാണ്, സൃഷ്ടിപരമായ നാശം എന്നാണ്. കേൾക്കുമ്പോൾ നമുക്ക് പരസ്പരം വിരുദ്ധമെന്ന് തോന്നുന്ന, എന്നാൽ വളരെ ലോകം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. പക്ഷേ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, അക്ഷരാർത്ഥത്തിൽ ഈ സൃഷ്ടിയും നാശവും എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ 2 വാക്കുകളാണ്. അതെ, ഈ സൃഷ്ടിയും സംഹാരവും അതിന് നടുവിൽ സ്ഥിതിയുണ്ട്. അതിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ രണ്ട് ദ്വന്ദ്വങ്ങളെ, 2 ധ്രുവങ്ങളെ എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ നോബൽ പ്രൈസിൻ്റെ ഒരു പ്രശ്നം. നോബൽ പ്രൈസ് 3 പേരാണ്, 3 രാജ്യക്കാരാണ്. ഒരാൾ അമേരിക്കനാണ്, ഒരാൾ കനേഡിയനാണ്, ഒരാൾ ഫ്രഞ്ചാണ്. ഈ 3, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരുപോലെ ചിന്തിക്കുന്നു. പുതിയ ലോകത്തിൻ്റെ വളർച്ചയെ അവർ ഒരേ കണ്ണുകൊണ്ട് ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടായതാണ്. തീർച്ചയായിട്ടും ഉണ്ടാവുക, ഇത് അപൂർവമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. സാധാരണ ഇതിലൊരു ടീമിനാണ് കൊടുക്കുക ഒരു നോബൽ പ്രൈസ്. ഇപ്പോൾ ഞാനും സാറും കൂടി ഒരുമിച്ച് ഒരു ജോയിന്റ് വെഞ്ചർ പോലെ റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയാൽ നമുക്ക് ഒരുമിച്ച് തരും. ഇതങ്ങനെയല്ല. ഇത് ഒരേ സംഗതിയെക്കുറിച്ച് ഒരേ കാലത്ത് പഠനം നടത്തിയ 3 പേർക്ക്, 3 രാജ്യങ്ങളിലെ 3 പേർക്ക് അവരെ പ്രാധാന്യം എത്രത്തോളം. അതെ, അതിൻ്റെ ഒരു കാര്യം ഇതാണ്. ഇതിൽ ഈ ജോയല് ശരിക്കും പറഞ്ഞാൽ ജൂതനാണ് കേട്ടോ, ഇസ്രായേലിയാണ്. ഇസ്രായേലിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന അമേരിക്കൻ പൗരനാണ്. ജോയലിനെ കുറിച്ച് നേരത്തെ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ലോകത്തെ മാറ്റുന്നത് എന്നുവെച്ചാൽ ലോകം തന്നെ മാറ്റിമറിക്കുന്ന സാങ്കേതിക വിദ്യയുടെ വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബിൽ ഗേറ്റ്സ്, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പുതിയ കാലത്തെ ഏറ്റവും വലിയ റവല്യൂഷണറി ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹം മാർസിൻ്റെ എങ്കിൽസിന് അങ്ങനെയുള്ള പേരൊന്നുമല്ല പറയാം, അദ്ദേഹം ബിൽ ഗേറ്റ്സിൻ്റെ പേരാണ് പറയുക. പുതിയ ലോകത്തിൻ്റെ ചരിത്രഗതിയിൽ ഇന്ന് വരെ ഏറ്റവും വലിയ മാറ്റം വരുത്തിയത് ബിൽ ഗേറ്റ്സ് മാറ്റിമറിച്ചതിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഈ സസ്റ്റെയിൻ ഗ്രോത്ത് ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് ഇയാളുടെ സബ്ജക്റ്റ്. ഇതിൻ്റെ സമാനമായി ടെക്നോളജി വളരുമ്പോൾ എന്താണ് ലോകത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം? അതാണ് ഈ സൃഷ്ടിയും സംഹാരവും തമ്മിലുള്ള വ്യത്യാസം. അതായത് എന്തെങ്കിലും ഒന്ന്, ഭൂമിയിൽ ഒന്നും ഇല്ലാതെ ഒരു ഇല ചീഞ്ഞാൽ അത് വളമാകും, എന്നിട്ട് പുതിയ ഇലയും പുതിയ മുകുളങ്ങളും വരും. എന്തെങ്കിലും ഒന്ന് നശിച്ചില്ലെങ്കിൽ, വിനാശത്തിൽ നിന്നല്ലാതെ പുതിയൊരു സൃഷ്ടി ഉണ്ടാവുകയില്ല, തുടങ്ങുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് നശിച്ചു കാണുമ്പോൾ വിലപിക്കുന്നതിൽ അർത്ഥമില്ല. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ചിലത് തകർന്നു പോകുന്നു. ഇപ്പോൾ ഇതെല്ലാത്തിലും ബാധകം കേട്ടോ, എക്കണോമിക്സിൽ മാത്രമല്ല, സോഷ്യോളജിയിൽ ബാധകമാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു, കൂടുതൽ ഡിവോഴ്സ് കേസുകൾ വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഡിവോഴ്സ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനം ജീർണിക്കുമ്പോൾ അത് തകർന്നു പോകാനുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം അതാണ്. പരിഹാരം എന്താ? അത് ജീർണിക്കാതെ നോക്കുക എന്നുള്ളതാണ്. പ്രണയത്തിൻ്റെ ആത്മാവ് കുടുംബത്തിനകത്ത് ഇല്ലെങ്കിൽ തകർന്നു പോകും, തകരാനുള്ളതാണ്. എല്ലാം അങ്ങനെയാണ്, എല്ലാ ജീർണം. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്യൂഡലിസം തകർന്നു പോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പഴയ ഈ പറഞ്ഞ മരുമക്കത്തായ സമ്പ്രദായം തകർന്നു പോയത്? എന്തുകൊണ്ടാണ് അടിമത്തം തകർന്നു പോയത്? അത് തകരാനുള്ളതാണ്. അപ്പോൾ ഒന്ന് തകർന്നു പോകുമ്പോൾ വിലപിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ഇത് വളരെ മനോഹരമായിട്ട് നമ്മൾ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്ന നോവലുണ്ട്. കഴിഞ്ഞ 100 കൊല്ലത്തെ ഈ നവോത്ഥാനത്തിൻ്റെ ചരിത്രം മനോഹരമായിട്ട് പറഞ്ഞ നോവലാണ്. ആ നോവലിനകത്തൊരു പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു വലിയ വിലാപം ഉണ്ടല്ലോ, വീടുകളില്ലാതായി, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിൽ ബന്ധമില്ലാതായി, ഒക്കെ ഈ ആകാശത്തെ കിളിക്കൂടിലേക്ക് നമ്മൾ കുടിയേറിപ്പാർത്തു എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് വന്നപ്പോൾ ഉള്ള ഗംഭീരമായ ഒരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരുന്നുണ്ട് സുഭാഷ്. എന്നുവെച്ചാൽ സുഭാഷ് പറയുന്നത് എന്താ, ഞാൻ വീടുകളിൽ നിന്ന്
ഫ്ലാറ്റിലേക്ക് കുടിയേറിയപ്പോൾ ഉണ്ടായ ഒരു ഗുണം, പണ്ട് എൻ്റെ വീടിൻ്റെ 4 ഭാഗത്തും എനിക്ക് അയൽക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മുകളിലും താഴെയും കൂടി അയൽക്കാരുണ്ട്. പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ അയൽക്കാരുടെ എണ്ണം കൂടുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ കുളിക്കടവിൽ പോകാത്തത് കൊണ്ട് കൂട്ടുകാരില്ല എന്ന് വിലപിക്കുന്ന കാലത്ത് 5000 പേരെങ്കിലും കൂട്ടുകാരുള്ള, മുഖം പോലും കണ്ടിട്ടില്ലാത്ത, ലോകത്തിന്റെ വിദൂര ദിക്കുകളിൽ 5000 പേര് കൂട്ടുകാരായി തീരുന്ന പുതിയ തലമുറയെ നമ്മൾ കാണുന്നില്ല, പോസിറ്റീവായിട്ട് കാണുന്നില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഒന്ന് തകർന്നു പോകുമ്പോൾ മറ്റൊന്ന്, അതാണ് ഈ തിയറി. ഇത് തിയറി ആദ്യം അറിയാലോ, ഈ 3 പേര്. അപ്പോൾ ഒന്നാമത്തെ ആൾ ജോയൽ, രണ്ടാമത്തെ ആൾ ഫ്രഞ്ചുകാരനായ ഫിലിപ്പ് ആഗിയോണും അതുപോലെ ഈ കനേഡിയനായിട്ടുള്ള പീറ്റർ ഹോവിറ്റും. ഇവർ 2 പേരും രണ്ടാമത്തെ തിയറിയിലാണ്. ടെക്നോളജി വളരുമ്പോൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ നടക്കും. ക്രിയേറ്റീവ് ബട്ട് ഡിസ്ട്രക്ഷൻ, ഡിസ്ട്രക്റ്റീവ് ബട്ട് ക്രിയേറ്റീവ്. ഒന്ന് ഡിസ്ട്രക്റ്റീവ് ആയില്ലെങ്കിൽ, തകർന്നില്ലെങ്കിൽ, നശിച്ചില്ലെങ്കിൽ പുതിയതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പുതിയതൊന്നും ഉണ്ടാവുമ്പോൾ മറ്റേത് താനേ തകർന്നു പോകും. മലയാളത്തിൽ ഇതിപ്പോൾ എല്ലാത്തിലും ഉണ്ട്, ഇത് എല്ലാത്തിനും ബാധകമാണ്. ഞാൻ ഇപ്പോൾ ഭാഷ പഠിപ്പിച്ച ഒരാളെന്ന് നിങ്ങൾക്ക് എനിക്കിപ്പോൾ എപ്പോഴും തോന്നുന്നൊരു കാര്യം, മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ ഇല്ലാതാവും. വാക്കുകൾ മരിക്കണം, അപ്പോഴേ പുതിയ വാക്കുകൾ ഉണ്ടാവുള്ളൂ. എൻ്റെ നിഘണ്ടുവിലില്ലാത്ത ഒരുപാട് വാക്കുകൾ എൻ്റെ മക്കളുടെ നിഘണ്ടുവിലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇക്കൊല്ലത്തെ പാഠപുസ്തകം പരിഷ്കരിക്കാൻ 1ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി പരിഷ്കരിക്കാൻ യോഗം ചേർന്നപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെങ്ങനെ 1ാം ക്ലാസ്സിൽ പഠിക്കുക, അറ തറ എന്നൊക്കെയാണല്ലോ പഠിപ്പിക്കുക. അപ്പോൾ അവിടെ ഇപ്രാവശ്യം എന്ത് വെച്ചാൽ പഠിപ്പിക്കാൻ പറ വേണ്ടാന്ന് വെച്ചു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ വരുന്ന ഒരു കുട്ടിക്കും പറ അറിഞ്ഞൂടാ. എന്തുകൊണ്ടാണ്? കാർഷിക സമൂഹം ഇല്ലാതായി. അപ്പോൾ ആ വാക്കില്ലാതാവുന്നു, പറ ഇല്ലാതാവും, ആവശ്യമില്ലാതായി. അപ്പോൾ പഠിപ്പിക്കാൻ ഈ പുതിയ വാക്കുകൾ തേടുകയാണ്. അപ്പോൾ അതേ സമയത്ത് എൻ്റെ കുട്ടികൾക്ക് എൻ്റെയും റോബിൻജിയുടെയും നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരുപാട് വാക്കുകളുണ്ട്. നമ്മുടെ പൊളി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കുട്ടികളുടെ പൊളിയല്ല, പൊളി വേറെയാണ്. നമ്മുടെ തള്ള് കുട്ടികളുടെ തള്ളല്ല, പൊളി നമ്മുടെ പൊളിവചനമാണ്. അവർക്ക് പൊളി അതല്ല, പൊളി ഗംഭീരമാണ് പൊളി. നമ്മുടെ പൊളി കള്ളത്തരാണ്. മറ്റേതാണ് നമ്മൾ തള്ളു എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടി തള്ളുന്നതിന് നമ്മൾ തള്ളു എന്ന് പറഞ്ഞാൽ, അവരുടെ തള്ളു ഈ ആത്മപ്രശംസക്കാണ് അവർ തള്ളു എന്ന് പറയുന്നത്. ഇതെല്ലാം വാക്കുകളും പുതുതായിട്ട് വരും എല്ലാത്തിനും. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇത് എക്കണോമിക്സിന് മാത്രമല്ല സോഷ്യോളജിക്കും ബാധകമാണ്. എന്നാൽ എക്കണോമിക്സിൽ ഈ തിയറി ഏറ്റവും മനോഹരമായിട്ട് ആവിഷ്കരിച്ചത് ആദ്യം മാർക്സ് തന്നെയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ മാർക്സിന്റെ തിയറികളെ നമുക്ക് നവീകരിക്കാമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത് എഴുത്തള്ളാൻ പറ്റില്ല, ഒരിക്കലും എഴുത്തള്ളാൻ പറ്റില്ല. അപ്പോൾ മാർക്സാണ് ഈ സംഗതിയെ ആദ്യം കൊണ്ടുവന്നത്. മാർക്സ് പറഞ്ഞ വിഖ്യാതമായ കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഈ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുതലാളിത്തത്തെക്കുറിച്ച്. നിരന്തരമായ മാറ്റമാണ് മാറുമ്പോൾ സംഭവിക്കുന്നത്. മുതലാളിത്തത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ, മാറ്റം എന്ന വാക്ക് മാത്രം വിഖ്യാതമായ വാക്കുണ്ടല്ലോ. അപ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പുറകോട്ട് തള്ളി പോകും, വിസ്മൃതിയിലേക്ക് പോകും, ചത്തുപോകും, ജീർണിച്ചു പോകും, ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നത് പോലെ അങ്ങനെ എറിഞ്ഞു പോകും. അതാണ് മാർക്സ് കൊണ്ടുവന്നത്. ഈ തിയറിയെ, മാർക്സിന്റെ തിയറിയെ പിന്നീട് ഇദ്ദേഹം കുറെ കൂടി ഗംഭീരമായിട്ട് ഈ ഷുംപീറ്റർ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ജനപ്രിയമാക്കിയത് അല്ലേ? അത് അദ്ദേഹമാണ് ഈ തിയറി കൊണ്ടുവന്നത്. എന്താ വെച്ചാൽ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ അന്നത്തെ ഉദാഹരണമല്ല ഇന്നത്തെ ഉദാഹരണം എന്നുള്ള വ്യത്യാസം. അപ്പോൾ അന്ന് പറഞ്ഞതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറി തന്നെ ഇതാണ്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു പെരണിയൽ ഗെയിലാണ്. എന്ന് വെച്ചാൽ സ്ഥിരമായ കൊടുങ്കാറ്റാണ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതാണ്, സ്ഥിരമായ കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോന്ന് വരുമ്പോഴും നമ്മൾ സംശയത്തോടെ കാണും, നമ്മളിങ്ങനെ ബേജാറാവും. കോർപ്പറേറ്റ് നേട്ട ഒരു കാലത്ത് നമുക്ക് എന്തായിരുന്നു? പേടിയായിരുന്നു, മാത്രമല്ല ചീത്ത വിളിക്കലായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യം പറഞ്ഞു പഠിച്ച തെറിവാക്കുകളൊക്കെ ടാറ്റ, ബിർള, ഗോയങ്ക എന്നൊക്കെയാണ്, തെറിവാക്കുകളാണ്. ഇപ്പൊ അവര് നമുക്ക് പ്രിയപ്പെട്ടവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കോർപ്പറേറ്റ് ലോകം വന്നു, അവരാണ് നാട് ഭരിക്കുന്നത്. ഈ കൊടുങ്കാറ്റാണ് ഈ മുതലാളിത്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എഞ്ചിൻ അല്ലേ? അതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ തിയറി ഇതാണ്. ഈ 3 ശാസ്ത്രജ്ഞന്മാര് ലോകത്തിന്റെ 3 രാജ്യത്തിരുന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്ത പ്രകാരം ഇനിയും ഇത് നടന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ കമ്പ്യൂട്ടർ വന്നപ്പോ എന്തിനാ എതിർത്തത്? മനുഷ്യന്റെ പണി പോവും. അപ്പൊ നമ്മൾ ഓർത്തില്ല, കമ്പ്യൂട്ടറിന്റെ മഹാരാജാവാൻ മനുഷ്യന് പറ്റുമല്ലോ. മനുഷ്യൻ അത്ര പവർഫുൾ ആയ ഒരു ജീവി നമ്മൾ ആലോചിച്ചില്ല. ഇപ്പൊ AI വന്നു. അപ്പൊ കമ്പ്യൂട്ടർ തൊട്ട് AI വരെ വന്നപ്പോൾ ഓരോന്നും ഇത് ഓർത്താൽ മതി. ഇപ്പൊ നമ്മൾ എന്ന് ആലോചിച്ചു, ഒന്നും വേണ്ട, എന്റെയും റോബിൻജിയുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഈ മൊബൈൽ ഫോൺ എന്ന ഒരൊറ്റ യന്ത്രം കൊണ്ട്, ഒരൊറ്റ ഡിവൈസ് കൊണ്ട് ഭൂമിയിൽ ഇല്ലാതായ തൊഴിലും സംരംഭങ്ങളും എത്രയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എന്റെ പ്രസംഗമൊക്കെ ഏറ്റവും ആദ്യം ഇറങ്ങിയത് കാസറ്റാ.
എനിക്ക് നല്ല ഓർമ്മയുണ്ട് 90കളിൽ കേരളം കത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീയതക്കെതിരായി ഞാൻ നടത്തിയ പ്രഭാഷണം. ആളുകൾ ഇപ്പോഴും ചോദിക്കും അത് എവിടെയെങ്കിലും കിട്ടാനുണ്ട്. എൻ്റെ കയ്യിൽ കാസറ്റ് ഉണ്ട്, പക്ഷെ അവരെങ്ങനെ പ്ലേ ചെയ്യും? കാസറ്റ് ഈ സാധനമില്ല. പിന്നെ പണ്ട് ഗൾഫുകാർ വരുമ്പോൾ നമ്മൾ കാര്യമായിട്ട് കാണുക എന്താ? ടേപ്പ് റെക്കോർഡർ. ആ സാധനം ഇവിടെ പോയി. അത് കഴിഞ്ഞ് CD വന്നു. ഇപ്പൊ CD പ്ലെയറും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ സാധനങ്ങൾ പോകും. പെൻഡ്രൈവും ഇല്ല. ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കും. ഞാൻ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞിരുന്ന ഒരു കാലത്ത്, അത് പിന്നെ റോബിൻജിക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, STD ബൂത്തുകളിലാണ്. എവിടെ പോയി നമ്മുടെ STD ബൂത്തുകൾ? വേണ്ട, ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നൊരു ബോർഡ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എവിടെ കാണാനുണ്ട്? ആർക്ക് വേണം ഈ സാധനം? ഇതാണ് ഈ നശീകരണം എന്ന് പറയുന്നത്. ഇത് ഡിസ്ട്രക്ഷൻ ആണോ? അല്ല, പോസിറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ്. തകർന്നു പോകേണ്ട. നമ്മളൊരു കാല് മുന്നോട്ട് വെക്കണമെങ്കിൽ മറ്റേ കാല് ഈ നമ്മുടെ ചരിത്രത്തെ ചവിട്ടി പുറകോട്ട് തള്ളണം. ആ തള്ളലാണ്, അത് ആ തിയറിയാണിത്. ഇത് സിമ്പിളാണ് ശരിക്കും. എല്ലാത്തിലും ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാ ശാസ്ത്രത്തിലും ഇത് ബാധകമാണ്. അപ്പോൾ ഇത് ലിംഗ്വിസ്റ്റിക്സിൽ ഞാൻ പറയും, ലിംഗ്വിസ്റ്റിക്സിലുണ്ട്, സോഷ്യോളജിയിലുണ്ട്, എക്കണോമിക്സിലുണ്ട്, ഫിലോസഫിയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് അങ്ങനെയാണ് ഒരു കാര്യം. ശൈവസങ്കല്പവുമായിട്ട് ഇനിയിപ്പോൾ ഇത് തലമുറകൾ എടുത്തോളൂ. നമ്മുടെ ആരാ ഗുരു ശരിക്കും? അത് ജവഹർലാൽ നെഹ്റു ആസ് റൈറ്റ്ലി സെഡ് ഇറ്റ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞാണ് ശരി. എൻ്റെ ഗുരു ഒരിക്കലും ഇത് മനോഹരമായിട്ട് ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, നെഹ്റു അത് മനോഹരമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരല്ല. നിങ്ങൾ ആരെയാണ് ഗുരുവാക്കേണ്ടത്? നിങ്ങളുടെ യങ്ങസ്റ്റ് ഓഫ് ദി ഫാമിലി. നിങ്ങൾ കൊച്ചു കുട്ടികളെ കണ്ടു പഠിക്കൂ. അവരിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും മനോഹരമല്ലേ? എത്ര കൃത്യമാണ്. ഞാൻ എൻ്റെ 2 മക്കളും നോക്കി ഇത് പഠിക്കാറുണ്ട്. അവരിൽ നിന്ന് എന്തെല്ലാം നമ്മൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും അവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. ആ പാഠം ഉണ്ടാകണം. ജനറേഷൻസ് മുന്നോട്ട് പോകും. ഇപ്പോൾ TP രാജീവന്റെ വിഖ്യാതമായ ഒരു കവിതയുണ്ട്, അതുകൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയായി. TP രാജീവും പറയുന്നുണ്ട്. രാജീവന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ കവിത എഴുതിയിരുന്ന കവിയാട്ടോ നിങ്ങളെ TP രാജീവ്, കോഴിക്കോട്ടുകാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, നമ്മുടെ പിന്നെ രഞ്ജിത്ത് സിനിമയാക്കിയ പാലേരി മാണിക്യം, മറ്റേ കെട്ടിയും കൊട്ടൂര്, കുറെ നല്ല ഗംഭീരമായ സാധനങ്ങൾ എഴുതി. കുറച്ചേ എഴുതിയുള്ളൂ, അത് മതി. എന്തിനാണ് ഒരുപാട് എഴുതുന്നത്? അപ്പോ അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ സാധന സിദ്ധി ഇതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ കവിത എഴുതും. അപ്പൊ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ കവിത അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് കവിതകളെ സ്വയം വിവർത്തനം ചെയ്ത് മലയാളവും ഇംഗ്ലീഷും ചേർത്ത് മാതൃഭൂമി ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകത്തിലൊരു വാക്യം ഇതാണ്. നമ്മൾ പറയുമ്പോൾ ഇത് അതൊക്കെ ചേർത്ത് പറയാതിരിക്കും. അപ്പോൾ ഈ TP രാജീവൻ പറയുന്നുണ്ട്, ഈ കാമുകനും കാമുകിയും തമ്മിലുള്ള വർത്താനാണ്. അപ്പോൾ കാമുകൻ പറയാണ്, എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, പരേതാത്മാക്കളോട് വർത്തമാനം പറയുന്ന മുത്തശ്ശി. ആലോചിച്ച് നോക്കൂ, കാലത്തിന്റെ ഒരു കണക്ക് നോക്കൂ. ഒന്ന് മുത്തശ്ശി, 3 തലമുറ അപ്പുറത്തുള്ള ഒരാള്. അവർ സംസാരിച്ചിരുന്ന ആരോടാ? അവരെക്കാൾ എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ പരേതാത്മാക്കളോട് വർത്തമാനം പറയുന്ന ഒരു മുത്തശ്ശി എനിക്ക് ഉണ്ടായിരുന്നു എന്നാ കാമുകന്റെ തള്ള്. അവന്റെ വലിയ പാരമ്പര്യം പറയാൻ, തറവാടിത്തം. അപ്പൊ ഈ കുട്ടി ഉണ്ടല്ലോ, പെൺകുട്ടി, അവന്റെ കാമുകി മനോഹരമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു, അല്ല ഏട്ടാ, പിറക്കാത്ത മക്കളോട് കൊഞ്ചുന്ന ഒരു പേരക്കുട്ടി പിറക്കുമോ നമുക്ക്? മനോഹരമാണ് ഇമേജറി. ആലോചിച്ച് നോക്കൂ. ഇതാണ് കാലം. പരേതാത്മാക്കളോട് സംസാരിക്കുന്ന മുത്തശ്ശിമാർ മരിച്ചു തീരാനുള്ളതാണ്, മറവിയിലേക്ക് മറഞ്ഞു പോകാനുള്ളതാണ്, നാശത്തിനുള്ളതാണ്. നമുക്ക് ഉണ്ടാവേണ്ടത് കുട്ടിയുമല്ല, നമ്മൾ നോക്കേണ്ടത് പേരക്കുട്ടിയാണ്. ആ പേരക്കുട്ടി ആരോടാ സംസാരിക്കേണ്ടത്? അവൾക്ക് ശേഷം പിറക്കാൻ പോകുന്ന, അതാണ് കാര്യം. ഭാവിയിലേക്ക് നോക്കി. ഈ തിയറിയാണ് ഇതിന്റെ ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറഞ്ഞു. നമ്മൾ ഇതിനെ കാൽപ്പനികമായ സാഹിത്യവും സോഷ്യോളജിയും ഒക്കെ വെച്ച് നമുക്ക് പറയാവുന്നത് ഈ തിയറിയാണ്. ഈ തിയറിക്കാണ് ഇക്കൊല്ലം അവാർഡ് കൊടുത്തത്. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നാശം എന്നത് അവസാനമല്ല, തുടക്കമാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരിക്കൽ പോയി, ഈ വിദ്യാഭ്യാസ മന്ത്രിയോടല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്ന സമയം കളയാൻ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ പഴയ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു മനുഷ്യൻ, രവീന്ദ്രനാഥ് സാറ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി ഒരു നിവേദനം കൊടുത്തത് എന്താ അറിയോ? സാറേ, ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഫ്രീ കൊടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഓരോ സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ആ കാശ് കൊണ്ട് ഓരോ സ്മാർട്ട് ഫോൺ കൊടുക്കണം കുട്ടികൾക്ക്. സ്മാർട്ട് ഫോൺ സൗജന്യമായിട്ട് കൊടുക്കണം. ഏത് കാലത്താണെന്നറിയോ? കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നശിക്കുന്നതെന്ന് വിലപിക്കുന്ന കാലത്താണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ മാഷ് ഇങ്ങനെ പറഞ്ഞു? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങൾ വിശദീകരിച്ചു കൊടുത്ത കാരണം ഇതാണ്. ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ പിന്നെ ടെക്സ്റ്റ് ബുക്ക് വേണ്ട. SCERTയുടെ ഏത് ബുക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. നിങ്ങൾക്ക് സ്കൂളിൽ ലൈബ്രറി വേണ്ട. ലോകത്തിലെ ഏത് ഭാഷയിലെ പുസ്തകവും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. നിങ്ങൾക്ക് നോട്ട് ബുക്ക് കൊടുക്കണ്ട, കുട്ടികൾക്ക് നോട്ട് ബുക്ക് വാങ്ങണ്ട, നോട്ട് പാഡ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ അറ്റ്ലസ് വേണ്ട, നിങ്ങൾക്ക് വേൾഡ് മാപ്പ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് എന്തും, നിങ്ങൾക്ക് റെഫറൻസിന് സമയം കളയണ്ട, ഇതെല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഉച്ചക്കഞ്ഞി അല്ലാത്ത സംഗതികളൊക്കെ അതിനകത്ത് കിട്ടും.
എന്ന് പറയണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്മാർട്ട് ഫോൺ വരുമ്പോൾ ഒരുപാട് മേഖല പോകും, പണിയില്ലാതാവും എന്നല്ല, അങ്ങനെ എല്ലാം ചെയ്യണ്ട. പുതിയ മേഖലയുടെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അമിതമായ നാശവും പിന്നെ മാറ്റമില്ലായ്മയും സ്ഥിരമായ രണ്ടാണ്. ഇതിനിടയിൽ ഒരു ബാലൻസ് പോകണം. ഒന്നാമത് അമിതമായ നാശമല്ല, അതിവേഗ നാശം. അതിവേഗത്തിൽ നശിക്കാൻ പാടില്ല. ഇതെന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർവൽക്കരണം വന്നു, കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ തൊഴിൽ സമൂഹം തൊഴിൽ രഹിതരാകും. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുത്ത് ഗ്രാജുവലായിട്ട് ഇവിടെ കമ്പ്യൂട്ടർ മാസ്റ്റേഴ്സിനെ വളർത്തിയെടുത്തിട്ട് ഈ ലേബർ കമ്മ്യൂണിറ്റിയെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ട് അതൊക്കെ കൺവേർട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്ലാഷ്. അവർ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇത് തന്നെയാണ്, ഈ അതിവേഗത്തിലുള്ള ഒരു മാറ്റവും നാശവും രണ്ടും. നമ്മുടെ ഈ നിങ്ങൾ എന്താ പറയുക, കന്നുകൂട്ടുന്നതിന് കന്നുപൂട്ടുന്ന നാൽക്കാലികളെ ഉപയോഗിച്ച് കന്നുകൂട്ടണമെന്ന് ഇപ്പൊ ആരെങ്കിലും പറയുമോ? ട്രാക്ടർ വന്ന കാലത്ത് അത് പറഞ്ഞിരുന്നില്ല. അത് തീർച്ചയായിട്ടും നമ്മളെ ഈ കഴുക്കോ എന്തായാലും പറയുന്നത് കരിയും നുകവും ഇല്ലാതാവാനുള്ളതാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ നാശത്തെ നമ്മൾ ഭയത്തോടെ അല്ല കാണുന്നത്, അനിവാര്യമാണ്. നാശം അനിവാര്യമാണ്. ഒരു സമൂഹ പുരോഗതിക്ക് അനിവാര്യമായ ഒരു സാധനമാണ് നാശം. അതാണ് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ എന്തായാലും പറയുന്ന പേര് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാവ്യാത്മകമായ ഒരു അതിന് കാവ്യാത്മകമായ ഒരു വാക്ക് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷൻ. തിരിച്ചാണ് പറയേണ്ടത്. അല്ല, കൺസ്ട്രക്ഷനും ആണ് ഡിസ്ട്രക്ഷനും. അതെ, ക്രിയേറ്റീവ് ആണ്, അതേസമയത്ത് അത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്ന ഒരു സാധനം. ഇന്ത്യൻ ഫിലോസഫിയിൽ ഇതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്. ശിവതാണ്ഡവവുമായി ബന്ധപ്പെട്ട് ശിവതാണ്ഡവത്തിന്റെ ഒരു കാര്യം ഇതാണല്ലോ. ഈ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ, ഈ അദ്ദേഹത്തിന് പറയുന്ന പേരെന്താ, മറ്റേ അപസ്മാര ജഗ്ഗി വാസുദേവാണ്. അല്ലല്ല, ഈ ശിവതാണ്ഡവം എന്ന് പറയുന്ന എല്ലാ ദിവസവും വൈകുന്നേരം ശിവൻ കൈലാസത്തിൽ താണ്ഡവമാടും. അതിനെച്ചാൽ ഭൂമിയിലെ മനുഷ്യരുടെ ദുഃഖം തകർത്തിട്ട് ആനന്ദം വരാനാണ്. 108 തരം നൃത്തരൂപങ്ങളുണ്ട് അത്ര ശിവന്റെ കയ്യിൽ. അപ്പോൾ പാർവതി ദേവി കൂടെ നിന്നിട്ട് ലാസ്യമൊക്കെ കാണിച്ചിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശിവൻ താണ്ഡവം ആടുന്നത് കൊണ്ടാണ് ഭൂമിയിലെ മനുഷ്യർക്ക് ദുഃഖം മറക്കാനോ ആനന്ദം നിർമ്മിക്കാനുള്ള ശേഷി കിട്ടുന്നത് എന്നാണ്. അപ്പോൾ അതിൽ ഈ ഒരു സമയം ഉണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ അപസ്മാരമൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വലതുകാല്, ശിവതാണ്ഡവത്തിൽ അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ വലതുകാല് കൊണ്ട് അപസ്മാരമൂർത്തിയുടെ ഒരു പ്രതീകമുണ്ട്. അപസ്മാരമൂർത്തി എന്ന് പറയുന്ന അജ്ഞാനമാണ്, വിവരക്കേട് കൊണ്ടാണ് മനുഷ്യന്റെ ഉള്ളിൽ ദുഃഖം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഭൂമിയിൽ എന്തെങ്കിലും നശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് എന്തുകൊണ്ടാണ്? അത് നശിക്കേണ്ടതാണ് എന്ന ജ്ഞാനമില്ലാഞ്ഞിട്ടാണ്. അതാണ് പുതിയ ടെക്നോളജി. അതുകൊണ്ട് ഈ അപസ്മാരമൂർത്തിയെ നമ്മൾ ചവിട്ടി അരക്കേണ്ടതാണ് ശിവൻ കാണിക്കുന്നത്. അപസ്മാരമൂർത്തിയെ ചവിട്ടിക്കൊണ്ട് വലതുകാലം കൊണ്ട് ചവിട്ടിയിട്ട് വേണം ലാസ്യമുദ്രകൾ എടുത്തിട്ട് മനുഷ്യന് ആനന്ദമാണ്. ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഭാരതീയ ഫിലോസഫിയിൽ ഇതിനൊക്കെ ലോകത്തിലെ ഏത് ടെക്നോളജിക്കും സമാനമായ ചില ചിന്തകളുണ്ട് ചൂണ്ടിക്കാണിക്കാം എല്ലാം കൊണ്ട്. എന്തായാലും ഈ നാശത്തെ ഭയപ്പെടുന്നവർക്ക്, സർവനാശത്തെ പേടിച്ചിരിക്കുന്നവർക്ക് അത് വേണ്ട സൃഷ്ടിയുടെ ഒരു ആധുനിക ശാസ്ത്രം പുതിയ നവശിവതാണ്ഡവമാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. ശിവൻ ആടട്ടെ, തകരട്ടെ, നശിച്ചു പോകേണ്ട പുതിയ സൃഷ്ടികളുണ്ടാവും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.